മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് വളരെയധികം പ്രശസ്തമാണ്. പക്ഷേ തൃശ്ശൂർ പൂരത്തിനെ പോലെ തന്നെ വെടിക്കെട്ടുകൾ നടക്കുന്ന പല ഭാഗങ്ങളുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന് ഇത്രത്തോളം ഒരു പ്രത്യേകത എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കാറ്. അതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് ബേസിൽ ഒന്ന് ക്യാമറ തിരിച്ച് ആ കെട്ടിടങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. നഗരത്തിന്റെ നടുവിലാണ് ഇവിടെ നിൽക്കുന്നത്. നിറയെ കെട്ടിടങ്ങളുണ്ട്. ഈ ഒരു കെട്ടിടത്തിന്റെയൊക്കെ ചുറ്റുവട്ടത്ത് ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വെടിക്കെട്ട് നടത്തുന്നത്. ഒരു തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാറില്ല, അത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല. വളരെ സുരക്ഷിതമായി ഈ ഒരു വെടിക്കെട്ട് നടത്തുന്നു. അപ്പോൾ ഇത്രയും നഗരത്തിന്റെ നടുക്ക് വലിയ ഒരു വെടിക്കെട്ട് നടത്തുന്ന സമയത്ത് അത് വളരെ പ്രശസ്തമാവുകയാണ്. അത് ആളുകൾക്ക് വലിയൊരു ആകാംക്ഷ ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഏതായാലും നമ്മൾ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് ഉടനെ എത്തും എന്നുള്ളതാണ്. അപ്പോൾ അതോടുകൂടി ഈ ഘടകപൂരങ്ങൾക്ക് തുടക്കമാവുകയാണ്. ആളുകളുണ്ട്, നമുക്ക് ആളുകളിലോട്ടും കൂടെ ഒന്ന് പോകാം. ചേട്ടാ, തൃശ്ശൂർ ആള് തന്നെയാണ്? തൃശ്ശൂരാളാണ്. കേരളത്തിലെ ഗംഭീരമായ ഉത്സവം എല്ലാവരും എൻജോയ് ചെയ്യുന്നു. മഴയും കുഴപ്പങ്ങളില്ലാണ്ട് ഭംഗിയായിട്ട് നടന്ന ഈശ്വരനോട് പ്രഖ്യാപിക്കുന്നു. ഇന്നലെ ചെറിയൊരു മഴയുടെ വന്നപ്പോൾ ചെറിയൊരു അത് മനുഷ്യന്മാർക്കൊരു ബുദ്ധിമുട്ട് വരുത്തേ. അന്ന് കുഴപ്പമുണ്ടാവില്ല. എല്ലാ പരിപാടിയും ഭംഗിയായിട്ട് നടക്കണം. അതാണ് നടക്കും. അതാണ് തന്നെ. എത്ര വർഷമായി ഇങ്ങനെ? ഇവിടെ എല്ലാ വർഷത്തിലും ഈ പരിപാടി കാണാൻ രാവിലെ തന്നെ നടത്തി. വർഷങ്ങൾ ചോദിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും ഓർത്തിരിക്കാൻ. ഇതെല്ലാ വർഷം നേരത്തെ എത്തും. എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടേ പോവുള്ളൂ. രാവിലെ 6 മണിക്ക് ഇവിടെ 6 മണിക്ക് വെടിക്കെട്ടല്ല, പിന്നെ രണ്ടാമതും വരും. ഇവിടെ അടുത്ത് തന്നെ വീടും. അതെ വരും. അങ്ങനെയാണ്. ഇനിയുണ്ട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുകയാണ്. ചേട്ടാ, എവിടുന്നാ അവര്? ചേർത്തല. അപ്പം തൃശ്ശൂരിൽ നിന്ന് നമ്മൾ വിട്ടിട്ട് ഓരോ സ്ഥലങ്ങളിലും അടുത്ത ജില്ലകളായി തുടങ്ങിയിട്ടുണ്ട്. ചേർത്തലയിൽ നിന്ന് പൂരം കാണാൻ വേണ്ടി വന്നു. ഇന്നലെ വന്നാ ഞങ്ങൾ ഇവിടെ കിടന്നുറങ്ങി. പൊതുവിടെയൊന്നും ഒരു പ്രശ്നമല്ല. പൂരത്തിന്റെ ആവശ്യം ഞങ്ങൾ കിടന്നുറങ്ങി. പൂരം തീർത്തിട്ടേ പോകുള്ളൂ. രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇപ്പം മൂന്നാമത്തെ. ഓരോ തവണ വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും വരണം വന്നുള്ളൂ അല്ലേ? ഈ ഓരോ വർഷം ചെല്ലുന്തോറുമ്പോഴത്തേക്കും ഇങ്ങനെ ഇത് കണ്ടുകൊണ്ട് അടുത്ത പ്രാവശ്യം വരാൻ തോന്നുന്നു. ഒറ്റയ്ക്കുള്ളോ? അല്ല, വെടിക്കെട്ട് കഴിഞ്ഞേ പോകുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ഒന്നേന്റെ ഇത് പൂരം കാണാൻ വന്നതല്ലേ, അതെല്ലാം കണ്ടിട്ടേ പോകുള്ളൂ. അതാണ് എല്ലാവരുടെയും ഒരു ആവേശം എന്ന് പറയുന്നത്. ഈ ഒരു എല്ലാ ചടങ്ങുകളും കണ്ടിട്ട് തിരികെ പോവാന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ചടങ്ങിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. ഈ കടകപൂരങ്ങളാണെങ്കിൽ അതിൻ്റെ എഴുന്നള്ളത്തിൻ്റെ ഭംഗികൾ, മേളം ആസ്വദിക്കുന്നവരുണ്ട്, ആനകളുണ്ട്, ആനകളെ ആസ്വദിക്കുന്നവരുണ്ട്, വെടിക്കെട്ട് കാണാൻ ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെ പല താല്പര്യങ്ങളുള്ള ആളുകളാണ് ഈ തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി വരിക. നാളെ പകൽപൂരം, ഇപ്പോൾ നമ്മൾ ഈ ചേർത്തലയിൽ നിന്നുള്ള ചേട്ടനെ കണ്ടു. അങ്ങനെ പല ജില്ലകളിൽ നിന്നുള്ള ആളുകളും പല മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് ഇന്നത്തെ ഒരു ദിവസം ഈ തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി ഇങ്ങോട്ട് എത്താറുള്ളത്. പക്ഷേ നാളെ പകൽപൂരം നടക്കും. ഈ പകൽപൂരത്തിനെ പറ്റിയിട്ട് തൃശ്ശൂരുകാർ പറയുന്നത് അത് തൃശ്ശൂരുകാരുടെ പൂരാണെന്നാണ്. അതായത് ഇന്നിപ്പോൾ വെടിക്കെട്ട് കഴിഞ്ഞാൽ ഈ പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ തിരികെ പോകും. പിന്നെ നാളെ ഈ പകൽപൂരം കാണുന്നതിന് വേണ്ടി തൃശ്ശൂർക്കാരാണ് പൊതുവെ ഉണ്ടാവുക. ഇവിടെ ഈ സ്ത്രീകളും ഇവിടെയുള്ള അമ്മമാരും ഇവരൊക്കെയാണ് ഈ പകൽപൂരം കാണുന്നതിന് വേണ്ടി വരിക. അവർ വന്നു കഴിഞ്ഞാലാണ് ഈ പകൽപൂരം തിങ്ങി നിറയുന്ന ഒരു കാഴ്ച കാണാം. ആ സമയത്ത് പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാട് ഭഗവതിയും അടുത്ത വർഷം വീണ്ടും കാണാം, അതിലും ഗംഭീരമായി തൃശ്ശൂർ പൂരം നടത്താം എന്നൊക്കെ പറഞ്ഞ് മടങ്ങുന്ന ഒരു കാഴ്ച. അത് വളരെ രസകരമായ ഒരു കാഴ്ചയാണ്. അത് 2 ഭഗവതിമാരും ഉപചാരം ചൊല്ലി പിരിയുന്ന ഒരു കാഴ്ച. അത് തൃശ്ശൂരുകാർക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. പ്രത്യേകിച്ചും ഈ ഇത്രയും 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരമാണ്. ഈ തൃശ്ശൂർ നഗരം മുഴുവൻ ആഘോഷത്തിന്റെ ലഹരിയിലാണ്. അതിൻ്റെ ഒരു സമാപനമാണ് ഈ ഉപചാരം ചൊല്ലി പിരിയുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപചാരം ചൊല്ലി പിരിയുന്ന ഒരു കാഴ്ച, അത് വലിയ വിഷമമാണ് തൃശ്ശൂർക്കാർക്ക് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെയും വേറെ ഒരു കാര്യം, അടുത്ത ദിവസം മുതൽ അടുത്ത കൊല്ലത്തെ തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയുള്ള തുടക്കം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെയാണ്. ഇനിയിപ്പോൾ ആളുകളൊക്കെ ഇവിടെ സജീവമായിക്കൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് കൂടുതൽ പ്രതികരണമൊക്കെ കിട്ടും എന്നുള്ളത് നമ്മൾ കരുതുന്നു. ഏതായാലും ആളുകളൊക്കെ